എല്ലാവർക്കും സിംപ്ലി ലേണിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിരിക്കും ഇന്നത്തെ ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ ആ ക്ലാസ് കണ്ടുകൊണ്ട് ഈ ക്ലാസ് കാണുന്നത് വളരെ നന്നായിരിക്കും. അതുകൊണ്ട് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ വീഡിയോ ചാനലിലുണ്ട്. അത് കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ഈ ക്ലാസ്സിലേക്ക് വരികയാണെങ്കിൽ ഒന്നും കൂടെ നല്ലപോലെ പഠിക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ആദ്യം കഴിഞ്ഞ ക്ലാസ്സിൽ 4 കാര്യങ്ങളാണ് പഠിപ്പിച്ചത്. ബേസിക് മുതൽ ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് പോലും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് കഴിഞ്ഞ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു 4 ചോദ്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം, ഏറ്റവും ചെറിയ ഒരക്കസംഖ്യ. ഇതാണ് ആദ്യത്തെ ചോദ്യം. ഏറ്റവും ചെറിയ ഒരക്കസംഖ്യ ഏതാണ്? കഴിഞ്ഞ ക്ലാസ് കണ്ട കുട്ടികൾക്കും ഇത് മുന്നേ അറിയുന്ന കുട്ടികൾക്കും പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. ഏറ്റവും ചെറിയ ഒരക്കസംഖ്യയാണ് 0. അതെ, വെരി ഗുഡ്. അടുത്ത ചോദ്യമാണ്, ഇനിതാ ഇവിടെ ചെറിയ അല്ല, വലിയ, ഏറ്റവും വലിയ ഒരക്കസംഖ്യ ഏതാണ്? കഴിഞ്ഞ വീഡിയോ കണ്ട് പഠിച്ച കുട്ടികൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ കഴിയും. 9 ആണ്. 9. അടുത്ത ചോദ്യമാണ്, ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു കാര്യമായിരുന്നു. ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ ഏതാണ്? അതെ, ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ നമുക്കറിയാം, 10 ആണ് അല്ലേ? അതെ, വെരി ഗുഡ്. അടുത്ത ചോദ്യമാണ്, ഇവിടെ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാണ്? ഇതിനെല്ലാവരും ഉത്തരം പറയണം. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ, 2 സംഖ്യകളുള്ള ഏറ്റവും വലിയ സംഖ്യയാണ് 99, 99. ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ 3 അക്ക സംഖ്യയാണ് പഠിക്കാൻ പോകുന്നത്. 3 അക്ക സംഖ്യകൾ. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് 3 അക്ക സംഖ്യകളാണ്. 3 അക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അതിന് ഉദാഹരണങ്ങൾ പറയാമോ? 3 അക്ക സംഖ്യകൾക്ക് ഉദാഹരണം 100. മറ്റൊരു ഉദാഹരണം പറയാമോ? 325. മറ്റൊരു ഉദാഹരണം 400. ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. 3 അക്ക സംഖ്യക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അല്ലേ? ഒരുപാട് സംഖ്യകൾ. കാരണം ഇത് 3 അക്ക സംഖ്യ എന്ന് പറയാൻ കാരണം 1, 2, 3. ഇതിൽ 3 നമ്പേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ 3 അക്ക സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. 3 അക്ക സംഖ്യകൾ. ഇന്നത്തെ ക്ലാസ്സിൽ 3 അക്ക സംഖ്യകളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്, വെരി ഈസി ക്വസ്റ്റ്യൻ. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പറയാമോ? ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. 98, 99. ഈ 99 വരെ ഇതിൽ 2 അക്കങ്ങൾ മാത്രമേ ഉള്ളൂ. 98-ൽ 2 അക്കങ്ങൾ, 99-ലും 2 നമ്പേഴ്സ്. അപ്പോൾ ഈ 99 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പറാണ് ഇത്? 100. ഈ 100-ൽ 3 നമ്പേഴ്സ് കാണാൻ പറ്റും. 100-ൽ 3 നമ്പേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ 99 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വരുന്ന നമ്പറാണ് 100. അപ്പോൾ 100-ൽ 3 സംഖ്യകളുണ്ട്. അപ്പോൾ ഏറ്റവും ചെറിയ ഈ 100 കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 101, 101, 102 എല്ലാം ഉണ്ട്. പക്ഷെ ആദ്യം 3 അക്കങ്ങൾ, 3 നമ്പേഴ്സ് വരുന്നത് 100 അല്ലേ? അപ്പോൾ ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ് എന്നതിനുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ അപ്പോൾ ഏതാണ്? ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഇപ്പോൾ എല്ലാവർക്കും ആൻസർ പറയാൻ കഴിയും. ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യയാണ് 100, 100. പഠിച്ചല്ലോ. അടുത്ത ചോദ്യമാണ്, വെരി ഈസി ക്വസ്റ്റ്യൻ. ഏറ്റവും വലിയ, ഇനി അടുത്ത് നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഏറ്റവും വലിയ 3 അക്ക സംഖ്യ. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാണ്?
ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണ്? ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് കിട്ടും. കാരണം നമ്മൾ ഏറ്റവും ചെറുത് 100 100 കഴിഞ്ഞാൽ പിന്നെ 101, 102 ഇങ്ങനെ സംഖ്യകൾ പോയി ഒരുപാട് സംഖ്യകൾ പോയി 999. കണ്ടോ? ഇതാണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ. കാരണം ഈ സംഖ്യ കഴിഞ്ഞിട്ട് അടുത്ത സംഖ്യ ഏതാണെന്നറിയാമോ? അടുത്ത സംഖ്യയാണ് 1000. ഈ 1000-ന് എത്ര അക്കങ്ങളുണ്ട്? 1, 2, 3, 4. 4 അക്കങ്ങൾ വരുന്നില്ലേ? 3 അക്കങ്ങളല്ലല്ലോ. അപ്പം ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഈ റൗണ്ട് ചെയ്തതാണ് ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എഴുതാം. നോട്ട് എഴുതുന്നത് നന്നായിരിക്കും. കാരണം ഇതൊന്നും ഒട്ടും അറിയാത്ത കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകും. അതുപോലെ തന്നെ നോട്ട് എഴുതുന്നതും പഠിക്കാനൊക്കെ ഈസി ആയിരിക്കും. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണ്? 999. നമ്മുടെ വീഡിയോൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഒട്ടും അറിയാത്ത കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു ട്യൂഷനായി കണ്ട് കുറച്ച് സമയം കുട്ടികളെ വീഡിയോ കാണിച്ചാൽ അവർക്ക് പഠിക്കാനൊക്കെ ഒരുപാട് ഉപകാരപ്രദമാകും. ചെറിയ ടോപ്പിക്കാണ് പഠിപ്പിക്കുന്നത്, ഒരുപാടൊന്നുമില്ല. അപ്പോൾ ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് ഇപ്പോൾ 1000 നമ്മൾ പരിചയപ്പെട്ടു. 1000 അല്ലെങ്കിൽ 1000. 1000-ൽ എത്ര അക്കങ്ങളാണ് ഉള്ളത്? 4 അക്കങ്ങൾ. എത്ര അക്കങ്ങളുണ്ട്? 4 അക്കങ്ങൾ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. 1000 ആണ്. 1000 ഇതാണ് ആൻസർ. 1000 ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ. ഓക്കെ, ഇത് നോട്ടിൽ എഴുതിയെടുക്കാം. വീഡിയോ പൗസ് ചെയ്തിട്ടൊക്കെ എഴുതാം. അടുത്ത ചോദ്യമാണ് ഏറ്റവും ഇനി നമ്മൾ എന്തായിരിക്കും എഴുതാൻ പോകുന്നത്? അതെ, വലിയ 4 അക്ക സംഖ്യയാണ് അല്ലേ എഴുതുന്നത്. 4 അക്ക സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതായിരിക്കും? ആരാണ് പറയുന്നത്? ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഇതാ ഇവിടെ എഴുതുന്നുണ്ട്. 9999. കണ്ടോ? 9999. ഇതാണ് ഏറ്റവും വലിയ 4 അക്ക സംഖ്യ. ഇത് നോട്ടിൽ എഴുതിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സംഖ്യകൾ എന്ന ഭാഗത്തിൽ നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? ഓരോരുത്തരുടെ ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. 8 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരും ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്കിടാം. ഒരു ചോദ്യത്തിന് 1 മാർക്കാണ്. ഒരു ചോദ്യത്തിന് 1 മാർക്ക്. അപ്പോൾ നിങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാർക്കിടാം. എന്നിട്ട് 8-ൽ എത്ര മാർക്കുണ്ടെന്ന് പറയണം. കമൻറ്റ് ബോക്സിൽ പറയാം. 8-ൽ എത്ര മാർക്കുണ്ടെന്ന് പറയാം. അപ്പം ചോദ്യങ്ങൾ ഇതാണ്. ഒന്നാമത്തെ ചോദ്യം, ഏറ്റവും ചെറിയ ഒരക്ക സംഖ്യ ഏതാണ്? രണ്ടാമത്തെ ചോദ്യം, ഏറ്റവും വലിയ ഒരക്ക സംഖ്യ ഏതാണ്? മൂന്നാമത്തെ ചോദ്യം, ഏറ്റവും ചെറിയ 2 അക്ക സംഖ്യ ഏതാണ്? നാലാമത്തെ ചോദ്യം, ഏറ്റവും വലിയ 2 അക്ക സംഖ്യ ഏതാണ്? അഞ്ചാമത്തെ ചോദ്യം, ഏറ്റവും ചെറിയ 3 അക്ക സംഖ്യ ഏതാണ്? ആറാമത്തെ ചോദ്യം, ഏറ്റവും വലിയ 3 അക്ക സംഖ്യ ഏതാണ്? ഏഴാമത്തെ ചോദ്യം, ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? എട്ടാമത്തെ ചോദ്യം, ഏറ്റവും വലിയ 4 അക്ക സംഖ്യ ഏതാണ്? ഇങ്ങനെ 8 ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 8-ൽ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഈ വീഡിയോൻ്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിലെടുക്കുന്ന കാര്യങ്ങൾ എഴുതിയെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ പഠിക്കാൻ കഴിയും. ക്ലാസ് കാണുന്നതിനോടൊപ്പം ഇതിൽ പറയുന്നത് നിങ്ങൾ നോട്ടിൽ എഴുതിയെടുത്ത് പഠിക്കുകയാണെങ്കിൽ പിന്നെ അത് നിങ്ങൾ മറക്കില്ല. പഠിക്കാനൊക്കെ വളരെ ഉപകാരപ്രദമാകും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.